സ്പാർക്ക് നഷ്ടപ്പെടുക അല്ലെങ്കിൽ സ്നേഹം കുറഞ്ഞു എന്ന് തോന്നുക, മറ്റ് ബാഹ്യമായ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാതെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. അബ്യൂസറിനെ അനുസരിച്ചിരിക്കും. ഈ അബ്യൂസറിന്റെ മൈൻഡില് ആള് ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള രീതിയിലാണ്. ഈ നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പുകളൊക്കെ ഇങ്ങനെ കേസുകളായിട്ട് വരുമ്പോൾ അതിലും ഈ പറഞ്ഞതുപോലെ സ്ത്രീകളാണോ പുരുഷന്മാരാണോ കൂടുതലായിട്ട് വിക്ടിംസ് ആയിട്ട് വരിക? നമ്മൾക്ക് ഫ്രണ്ട്സ് ഇല്ലാണ്ടായി വരുന്നത് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ആള് ഞാൻ മതിയല്ലോ, ഞാൻ ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ലൈക്ക് ഇങ്ങനെ ഒരു വിക്ടിമിനെ കിട്ടിക്കഴിഞ്ഞാൽ. പക്ഷെ അങ്ങനെ ഒരാൾ ഇരുന്ന് തരാത്തിടത്തോളം കാലം ഒരു അബ്യൂസീവ് നേച്ചറിലേക്ക് വരികയാണ്, ഒരു ഫിസിക്കൽ അബ്യൂസ് എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. ഏത് നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും അതിനകത്ത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും വിക്ടിമിനെയാണ് നമ്മൾ എംപവർ ചെയ്ത് കൊണ്ടുവരുന്നത്. ലൈഫ് കോച്ച് കൂടിയാണ്. അപ്പോൾ കപ്പിൾസ് അടുത്തേക്ക് വരുമ്പോൾ ഒരു 5 or 6 വർഷം കഴിഞ്ഞ് കപ്പിൾസിന്റെ ഇടയിലെ സ്പാർക്ക് നഷ്ടപ്പെടുക അല്ലെങ്കിൽ സ്നേഹം കുറഞ്ഞു എന്ന് തോന്നുക, മറ്റ് ബാഹ്യമായ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാതെ ഇത്തരത്തിൽ ഒരു സ്നേഹം കുറഞ്ഞു എന്നുള്ള തോന്നലുണ്ടാവാൻ കാരണം എന്താണ്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഡോപ്പമീൻ, അതാണ് അവിടെ ആക്ച്വലി വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇത് ഒരു ടൈം ആകുമ്പോഴത്തേക്കും കൺവേർട്ട് ആയിട്ട് ഒരു കണക്ഷൻ, ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറിലേക്ക്, ഡീപ്പ് കണക്ഷൻ, ലവ് എന്നുള്ള രീതിയിലായിട്ട് മാറും. ആ ഒരു കൺവേർഷൻ പലർക്കും അത് ഡൈജസ്റ്റ് ആവത്തില്ല. ദേ സീക്ക് ഫോർ ദാറ്റ് ഡോപ്പമീൻ എഫക്റ്റ്. സ്പാർക്ക് നഷ്ടപ്പെടുമ്പോഴും ദേ കുഡ് ആക്ച്വലി റീസ്റ്റാർട്ട് ദാറ്റ് സ്പാർക്ക്. അവരതിനു വേണ്ടി വർക്ക്ഔട്ട് ചെയ്യണം. ബട്ട് ഹൗ മെനി പീപ്പിൾ ആർ ഡൂയിങ് ദാറ്റ്? അപ്പോൾ ഇന്റൻഷനലി അതിൽ കൂടുതൽ എഫേർട്സ് ഇട്ട് തന്നെ മുന്നോട്ട്, അത് തന്നെയാണോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും? അവർ വരുമ്പോഴത്തേക്കും ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് അവർക്ക് കുറച്ച് ആക്ഷൻ പ്ലാൻസ്, ഹൗ ടു റീബിൽഡ് ദാറ്റ് സ്പാർക്ക് എന്നുള്ളത് ദേ ഹാവ് ടു ഇൻറ്റൻഷനലി വർക്ക് ഓൺ ഇറ്റ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ചില കാര്യങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് വൺ ഏരിയ, മാരേജ് വരുമ്പോഴത്തേക്ക് അത് ഡിഫറെൻ്റ് ആവും. അപ്പം അതിൻ്റെ ഒരു മിസ്മാച്ച്, അല്ലെങ്കിൽ ആ ഒരു ക്ലോസ് ആയി വരുമ്പോഴത്തേക്കും അവരാദ്യം കാണുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. പിന്നീടാണ് അത്രയും ഡീപ്പറായിട്ടുള്ള കോർ വാല്യൂസിനെ പറ്റിയിട്ടാണെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നത്. ആ സമയത്ത് വരുന്ന ഒരു മിസ്മാച്ച്, അത് കാരണം ഡിസ്റ്റൻസ് വരാറുണ്ട്. ഓക്കെ. ഈ അബ്യൂസീവ് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ വരാറുണ്ടല്ലോ, അതിൽ ഒരു സൈഡ് ഉണ്ട്, വിക്ടിംസ് ഉണ്ട്, പക്ഷെ അപ്പുറത്ത് നിന്ന് അബ്യൂസറിനെ എങ്ങനെ ഡീൽ ചെയ്യുക? അയാൾ ചെയ്തത് തെറ്റാണ്, നിങ്ങൾ ഇതാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എങ്ങനെ പറ്റുക? അയ്യോ, അത് വളരെ ഹാർഡായിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം അത് അബ്യൂസറിനെ അനുസരിച്ചിരിക്കും. ഈ അബ്യൂസറിന്റെ മൈൻഡിൽ ആള് ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള രീതിയിലാണ്. ഉറപ്പായിട്ടും ഐ ആം ഓൾവേസ് റൈറ്റ് എന്നുള്ള ഏരിയയിൽ മാത്രമായിരിക്കും നിൽക്കാൻ പോകുന്നത്. താങ്ക്സ് ടു ഗോഡ് ഇതുവരെ അബ്യൂസറിനെ എനിക്ക് കൗൺസിൽ ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടില്ല. വന്ന ഒരു ഏരിയ വരേണ്ടതായിരുന്നെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി ഈ ഒരു വ്യക്തി എന്ന് വെച്ചാൽ ദ തിങ് ഈസ്, ഈ വ്യക്തിക്ക് കൗൺസിലിംഗ് വരാൻ പോലും താല്പര്യമില്ല. ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കും. ഒരു മേജർ സിറ്റുവേഷൻസിലും വരില്ല, വിക്ടിം ആയിരിക്കും വരിക. അതെ, വിക്ടിം മാത്രമാണ് വരുന്നത്. മറ്റേ വ്യക്തി വരാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ആരുടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലാതെ എനിക്ക് സെഷൻ ചെയ്യണം, മാറ്റം വേണം എന്നുള്ള രീതിയിൽ ഇതുവരെ വന്നിട്ടില്ല. ഒരാൾ ആയിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അത് ആ ഒരു വ്യക്തിയെടുത്ത് ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ആദ്യം അക്സെപ്റ്റൻസ് ഫേസിലേക്ക് വന്ന്, പക്ഷേ പിന്നീട് സംസാരിച്ച് പോയപ്പോഴത്തേക്കും മനസ്സിലായി ആള് വന്നത് ഒരിക്കലും ഒരു അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടല്ല, പകരം ഈ പറയുന്ന വിക്ടിമിനെ കുറച്ചുകൂടെ ഒന്ന് ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ടും വിക്ടിം ഈസ് ദ പ്രോബ്ലം എന്നുള്ള രീതി സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് വന്നിരുന്നത് തന്നെ. That person wanted you to say ഇയാളായിരുന്നു പ്രശ്നം. അതിന് വേണ്ടിയിട്ട് ഹി വാസ് ജസ്റ്റ് കൈൻഡ് ഓഫ് ലൈക്ക് വെൻഡിങ് ഔട്ട് എന്ന് തന്നെ പറയാം. ആളങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, മറ്റേ ചെയ്തു, മറിച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറേ ബാക്ക് ടു ബാക്ക്. അതിൻ്റെ ഒരു ഈ വിക്ടിം പറഞ്ഞതിനെക്കാട്ടി ഒരു 10 to 100 times ഹയർ ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ് കുറേ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം മനസ്സിലായി, ഓക്കെ, ദർ ഈസ് എ ലോട്ട് ഓഫ് എക്സാജറേഷൻ. ആൻഡ് ആ സമയത്ത് ഞാനിത് വർക്കൗട്ട് ചെയ്യാന്നുള്ളത് പറഞ്ഞു, ലെറ്റ്സ് സീ എന്നുള്ളത് പറഞ്ഞു. 1-to-1 ആയിട്ട് നമുക്ക് സംസാരിക്കാം വിത്ത് യുവർ പാർട്ണർ ഓൾസോ. എന്നുവെച്ചാൽ വിക്ടിമിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും അബ്യൂസറിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും സംസാരിക്കാം എന്നുള്ളത് പറഞ്ഞു. ഹി ഡിഡ്ന്റ് കണ്ടിന്യൂ. 2 sessions he did. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്തില്ല.
ബിക്കോസ് ഇൻ ഹിസ് മൈൻഡ് ഈസ് നോട്ട് ദ വിക്ടിം, ഹി ഈസ് നോട്ട് ദ പ്രോബ്ലം. വിക്ടിം ആണ് പ്രോബ്ലം ഉണ്ടാക്കുന്നതെന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു പേഴ്സ്പെക്റ്റീവ് എടുക്കാൻ പോലും പറ്റാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ആളുണ്ടായിരുന്നത്. ആൻഡ് ഫോർ ദാറ്റ് നത്തിങ് ക്യാൻ ബി ഡൺ. ഇപ്പോൾ ഈ നാസ്റ്റിക് ആയിക്കോട്ടെ, ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, അബ്യൂസർ ആയിക്കോട്ടെ, ഇവർ അക്സെപ്റ്റ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് അവരെ മാറ്റാൻ പറ്റത്തില്ല. ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നതാണ് സ്റ്റെപ്പ് 1. എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കടക്കണം എന്നുള്ള ആ ഒരു അക്സെപ്റ്റൻസ്, അല്ലെങ്കിൽ പുറത്ത് കടക്കണം എന്ന് പറയുന്നതിന് മുന്നേ എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യണമല്ലോ. അതെ, അത് അക്സെപ്റ്റ് ചെയ്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെ. ഈ വിക്ടിംസ് ആയിട്ട് പുരുഷന്മാർ വരാറുണ്ടോ? ഉണ്ട്. അത് അവരത്രയധികം എഫക്റ്റഡ് ആയിട്ട്, ഈവൻ ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകളും പറയാനായിട്ട് മടിക്കുന്ന ഒരു കാര്യമാണ് പുരുഷന്മാർ അഫക്റ്റഡ് ആണെന്നുള്ളത്. അത് അവരുടെ ഈ ഒരു ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന പോലെയാണ്. എന്നാൽ പോലും അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ആ ഒരു ലെവലിൽ വന്നിട്ട് പറയുന്നതാണ്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ പോലും മനസ്സിലാവുന്നത് എന്താ, പരമാവധി ശ്രമിച്ചു എന്നുള്ളതാണ് കേൾക്കാൻ പറ്റുന്നത്. അവർ ഷെയർ ചെയ്യുന്ന ആ ഒരു രീതിയിലാണ്. താഴ്ന്നു കൊടുക്കാൻ പറ്റുന്നതിൻ്റെ അത്രയധികം താഴ്ന്ന് ഭൂമിയോളം താഴ്ന്നതെന്ന് പറയാൻ പറ്റുന്ന ആ ഒരു ലെവലിൽ. സി ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിലും കണക്കാണ്, സ്ത്രീകളാണെന്നുണ്ടെങ്കിലും ആ രീതിയിലാണ് ഈ ഒരു അബ്യൂസറിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ. ഈ നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പുകളൊക്കെ ഇങ്ങനെ കേസുകളായിട്ട് വരുമ്പോൾ അതിലും ഈ പറഞ്ഞതുപോലെ സ്ത്രീകളാണോ പുരുഷന്മാരാണോ കൂടുതലായിട്ട് വിക്ടിംസ് ആയിട്ട് വരിക? എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സ്ത്രീകളാണ് വിക്ടിംസ് ആയിട്ട് വന്നിട്ടുള്ളത്. എനിക്കറിയില്ല, മേ ബി പുരുഷന്മാരായിരിക്കാം. സ്ത്രീകളാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് വന്നിട്ടുള്ളത്. ഈവൻ അപ്രോച്ച് സോഷ്യൽ മീഡിയസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ ഫീമെയിൽസ് ആണ്. ഐ എം എ വിക്ടിം, ഐ ഗോട്ട് അബ്യൂസ് ബൈ ദിസ് ഗൈ എന്നുള്ള രീതിയിൽ ഏറ്റവും ഒട്ടുമിക്ക മെജോറിറ്റി നോക്കുന്നത് ഫീമെയിൽസ് ആണ് പറയാറുള്ളത് തന്നെ. അതെ, പക്ഷെ ഈ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ട് ഇത് നാർസിസിസ്റ്റിക് ബിഹേവിയർ ആണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ലൈക്ക് അത് തന്നെ ആവണം എന്നില്ലല്ലോ. ഇല്ല, അത് പലരും ഈവൻ ചെറിയൊരു നെഗറ്റിവിറ്റി കാണുമ്പോഴും അതിനെ നാർസിസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് മുദ്ര കുത്താറുണ്ട്. അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. എന്ന് വെച്ചാൽ പൊതുവേ ICD ദ മാനുവൽ പറയുന്നത് ഒരു 5 to 7 കാറ്റഗറീസ് ഉണ്ട്. ഇന്ന രീതിയിലാണ് എന്നുള്ളത്. ആ ഒരു സ്പെസിഫിക് കാറ്റഗറീസ് 5 or more ഈസ് NPD, നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് സ്പെസിഫിക്കലി പറയുന്നുണ്ട്. ബ്ലാക്ക് ട്രയാഡ്സ് എന്ന് പറയുന്നുണ്ട്. ബ്ലാക്ക് ട്രയാഡ്സ് വരുമ്പോൾ നാർസിസം, സോഷ്യോപാത്ത്, മാക്കിയവെല്ലിയനിസം എന്ന് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. സൈക്കോപാത്ത്, നാർസിസിസം, സൈക്കോപാത്ത്, മാക്കിയവെല്ലിയനിസം. ഈ 3ഉം ഇതിൻ്റെ 1% പലരിലും കാണുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോൾ ടെസ്റ്റ് എടുത്ത് കാണുന്നുണ്ടെങ്കിൽ പോലും മേ ബി ദർ ആർ ചാൻസസ് ആ ഒരു ടോട്ടൽ ക്വസ്റ്റ്യനെയറിൽ കുറച്ചെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 1% നമുക്ക് അതിനകത്തുള്ളൊരു ട്രെയിറ്റ് വരാം എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇതും ഡയഗ്നോസ് ചെയ്താലേ അറിയാൻ കഴിയുള്ളൂ. ഇത് 5 or more എന്നുള്ളതാണ് ആ ഒരു കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത് തന്നെ. ഓക്കെ. അപ്പോൾ ലൈക്ക് ഓൺ എ ബേസിക് ലെവൽ എങ്ങനെയാണ് നമുക്ക് ഒരു നാർസിസിസ്റ്റ് ആണോ എന്ന് ഒരു ഫസ്റ്റ് ലെവലിൽ ലൈക്ക് പ്രൊഫഷണലി ഡയഗ്നോസ് ചെയ്യുന്നതല്ല, അല്ലാതെ നമുക്ക് മനസ്സിലാക്കാനുള്ള എങ്ങനെയാണ് മനസ്സിലാവുക? ആള് പൊതുവേ നല്ല കൺട്രോളിങ് നേച്ചർ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിനെ മൊത്തത്തിൽ ഒരു ആളുടെ കൺട്രോളിൽ നിർത്തുന്ന ഒരു ഇതായിരിക്കും ആദ്യം തന്നെ. പിന്നെ ഗ്രാജ്വലി നമ്മൾക്ക് ഫ്രണ്ട്സ് ഇല്ലാണ്ടായി വരുന്നത് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ആള് ഞാൻ മതിയല്ലോ, ബാക്കിയുള്ളവർ എന്തിനാണ് എന്നുള്ള രീതിയിലാക്കിയെടുക്കും. ഐ ആം ദ ഓൺലി വൺ ഫോർ യു എന്നുള്ള രീതിയിലാക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ അങ്ങ് ഒറ്റപ്പെടുത്തും. നമുക്ക് ഒരു കാര്യം ഷെയർ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കൊണ്ടുവന്നെത്തിക്കും. പിന്നെ നമ്മളുടെ ഓരോ ഏരിയാസും കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ഇന്ന ഡ്രസ്സ് ഇടണം, ഇന്ന ഡ്രസ്സ് ഇട്ടുകൂടാ, ഇന്ന രീതിയിൽ കവർ ചെയ്ത് നടക്കണം, അങ്ങനെയൊക്കെ പറയുന്നത്. പൊതുവേ ഞാനിപ്പോൾ പറയുന്നത് മെയിൽസിൻ്റെ കാര്യമാണ്. ഹൈലി കൺട്രോളിങ് ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെയാണ് ബേസിക്കലി വരുന്നത്. ഇത് സ്ത്രീകളിലേക്ക് വരികയാണെങ്കിൽ സെയിം തന്നെ. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സിൻ്റെ എണ്ണം നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് പെണ്ണുങ്ങളുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്, കമൻറ്റ് ചെയ്ത പ്രശ്നമാണ്.
അങ്ങനെ കുറെ ഏരിയാസ് ഒക്കെ ഉണ്ട്. പിന്നെ ചില ആളുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലും ചോദ്യമാണ്, എന്തിനു ആഡ് ചെയ്തു, എന്തിനെ കമന്റ് ചെയ്തു, എന്തിനെ എന്തിന് ലൈക്ക് കമന്റ് ചെയ്തു. ചെയ്തു. ഈ പെണ്ണിന്റെ ഫോട്ടോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ പറ്റിയത്, ഫോട്ടോ കണ്ടിട്ട് അത് ലൈക്ക് ചെയ്ത്, എൻ്റെ ഇതിനകത്ത് ഒരു കമന്റ് പോലും ഇട്ടില്ല. അങ്ങനെയൊക്കെ ഉള്ളത്. പുറത്ത് പോകുമ്പോഴത്തേക്കും കൺട്രോള്, ചില ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കുള്ള കൺട്രോള് എന്ന് വെച്ചാൽ ഇന്ന ആളുടെ കൂടെ പോകരുത്, എന്തിനു പോയി എന്നൊക്കെ ഉള്ള ഒരു കൺട്രോളിങ് നേച്ചർ. അതിൻ്റെ എക്സ്ട്രീം കേസസ് വരുന്നതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ ലൈഫിൻ്റെ ഏരിയാസ് കൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉള്ള രീതിയിൽ വരും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇന്ന വ്യക്തിക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുവാണ്, നീ എന്തിനാ അവിടെ പോന്നേ, നമുക്കിത് നല്ല ഒരു ലൈഫായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൂടെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ ലൈഫിൻ്റെ ആ ഒരു ബിഗർ ഗോൾ ആണെന്നുണ്ടെങ്കിൽ പോലും പോകാൻ സമ്മതിക്കാതെ ഇവരുടെ കൺട്രോളിൽ നിൽക്കുന്ന രീതിയിലാക്കിയെടുക്കും. അങ്ങനെ ഒരു കേസ് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ സ്പെസിഫിക്കലി ഇത് പറഞ്ഞത്. വാട്ട് ഡു യു സജസ്റ്റ്? ഇപ്പോ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു പാർട്ട്ണർ, ഐ മീൻ എൻ്റെ പാർട്ട്ണർ നാർസിസിസ്റ്റ് ആണെന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നു. വാട്ട് വുഡ് യു സജസ്റ്റ്? ഞാൻ സ്റ്റേ ആൻഡ് ഫിക്സ് ഓർ ലീവ്? സ്റ്റാൻഡ് ഫിക്സ് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഒരു കേസിലും. ഞാൻ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് പറയാം, എൻ്റെ മെൻറ്റേഴ്സ് അവരുടെ അടുത്തെല്ലാം ഞാൻ ഈ കേസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നാർസിസിസം എന്ന വാക്ക് പറയുമ്പോഴത്തേക്കും അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള നെവർ എവർ ഗോ ടു ദിസ് പേഴ്സൺ, നെവർ എവർ ഡു എ സെഷൻ ഫോർ ദിസ് പേഴ്സൺ എന്നുള്ളതാണ്. വിക്ടിമിന് വേണ്ടിയിട്ടോ? അല്ലല്ല, അബ്യൂസർ. നാർസിസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിക്ക് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നോ ഹോപ്സ്, നോ ഹോപ്പ് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ സൈക്കോളജിയിൽ വരുമ്പോഴത്തേക്കും ദർ ആർ ടെക്നിക്സ്, ACT അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് പറയപ്പെടുന്നു. ഞാൻ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ലൈക്ക് ഇങ്ങനെ ഒരു വിക്ടിമിനെ കിട്ടിക്കഴിഞ്ഞാൽ. പക്ഷേ അങ്ങനെ ഒരാൾ ഇരുന്ന് തരാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ എനിക്കിങ്ങനെ പ്രശ്നമുണ്ട് എനിക്കിത് മാറ്റണം എന്ന് പറയാത്തിടത്തോളം കാലം ഹൗ ക്യാൻ ബി? അപ്പോൾ ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യുക തന്നെയായിരിക്കും ആദ്യം സജസ്റ്റ് ചെയ്യുക. റീസെൻ്റ്ലി ഉള്ളൊരു കേസ് വെച്ചിട്ട് ഞാൻ പറയാം. എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നപ്പോഴത്തേക്കും ഈ ക്ലയൻറ്റിൻ്റെ ക്രൈയിങ് സ്പെൽസും കാര്യങ്ങളും വെച്ചിട്ടാണ് പാരൻ്റാണ് അപ്രോച്ച് ചെയ്തത്. വന്ന് സംസാരിച്ചു. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബോയ് ഫ്രണ്ടാണ്. അപ്പോൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും ടോട്ടലി കൺട്രോളിങ് ആണ്. ഇടുന്ന ഡ്രസ്സിനകത്ത് കുറ്റം, പുറത്ത് പോയിക്കൂടാ, പുറത്ത് പോയിക്കുമ്പോൾ വീട്ടുകാരുടെ കൂടെ പോലും പുറത്ത് പോയിക്കൂടാ എന്നൊക്കെ, വീട്ടുകാരുടെ അടുത്ത് പോലും സീരിയസ്ലി പാരൻസിൻ്റെ കൂടെ പുറത്ത് പോയിക്കൂടാ, ആ രീതിയിൽ പോലും കൺട്രോളിങ് ആയിരുന്നു. പുള്ളിക്കാരുടെ കൂടെ പുറത്ത് പോകാം എന്നുള്ള രീതിയിൽ. അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻസ് ഇസ് പുള്ളിക്കാരിക്ക് അതൊട്ടും താങ്ങാൻ പറ്റുന്നില്ല, പുള്ളിക്കാരിക്ക് ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ വന്നെത്തി. എന്ന് വെച്ചാൽ പോയെന്ന ജോലിക്ക് പോലും ആമ്പിള്ളേർ അവിടെ ഉണ്ട്, ആമ്പിള്ളേരൊന്നും ശരിയല്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ പറഞ്ഞ് അതിനകത്ത് പോലും കൺട്രോൾ ചെയ്ത് ജോലി നിർത്തിച്ചു. കഴിഞ്ഞു. എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞപ്പോഴത്തേക്കും കുറേ പറഞ്ഞു വന്നപ്പോഴത്തേക്കും മനസ്സിലായി ഒരു നാർസിസ്റ്റിക് ട്രേറ്റ് ഉണ്ടെന്നുള്ളത്. ആ സമയത്ത് ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ചു, ക്വസ്റ്റനേഴ്സിനകത്തുള്ള ചോദ്യങ്ങൾ ചോദിച്ചു, ഇന്ന രീതിയിലാണോ. ഇപ്പോൾ നോക്കി വന്നപ്പോഴത്തേക്കും മോർ ദാൻ 5 മോസ്റ്റ് ഓഫ് ദ ക്യാരക്ടേഴ്സ് ഉണ്ട് നാർസിസ്റ്റിക് ആണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നാർസിസ്റ്റിക് ആണ്, ഒരു കാര്യം ചെയ്യും, യു ഡോണ്ട് ഹാവ് ദാറ്റ് അവയർനെസ് റൈറ്റ്. ഞാനൊരു വീഡിയോ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒരു വീഡിയോ അയച്ചു കൊടുത്തു. കണ്ടു കഴിഞ്ഞിട്ട് ഓരോ പോയിന്റും പറഞ്ഞപ്പോൾ ഇത് ടിക്ക് മാർക്ക് ഇടുന്ന പോലെ ആയിരുന്നു. 1, 2, 3 എല്ലാത്തിനും ടിക്ക് മാർക്ക് ഇട്ടു. അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും ആ വ്യക്തിക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണെന്നുള്ളത് മനസ്സിലായി. പിന്നീട് ഈ വ്യക്തിയെടുത്ത് പറയുന്നത് ലൈക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു ഹോപ്പ് ഉണ്ടോ? ഞാനില്ല എന്ന് തന്നെ പറഞ്ഞു. ഈ നാർസിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ചെയ്യാനില്ല, എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഇതായിരിക്കും വന്ന് ഭവിക്കുന്നതെന്ന് ഉള്ളത് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ലൈക്ക് അൾട്ടിമേറ്റ്ലി ഇങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വന്നിട്ടുള്ളതൊന്നും ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ ആയിരിക്കത്തില്ല വരാൻ പോകുന്നത്, ഇന്ന രീതിയിലായിരിക്കാം വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെയൊക്കെ തന്നെ വന്നു. പറഞ്ഞ അതേപോലെയൊക്കെ തന്നെ പിന്നെയും ഒരു അബ്യൂസീവ് നേച്ചറിലേക്ക് വരികയാണ്, ഒരു ഫിസിക്കൽ അബ്യൂസ് എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല. അൾട്ടിമേറ്റ്ലി വിത്ത് സം ലെവൽ ഓഫ് എംപവർമെൻറ്റ് ഷീ വാസ് എംപവർഡ്. ആ വിക്ടിമിനെയാണ് നമ്മളവിടെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് എംപവർ ചെയ്ത് കൊണ്ടുവരുന്നത്. ഏത് നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും അതിനകത്ത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും വിക്ടിമിനെയാണ് നമ്മൾ എംപവർ ചെയ്ത് കൊണ്ടുവരുന്നത്. വിക്ടിമിനെ എംപവർ ചെയ്ത് വന്നപ്പോഴത്തേക്കും റിലേഷൻഷിപ്പിനകത്ത് പിന്നെയും റിഫ്റ്റ് ഉണ്ടാകാൻ തുടങ്ങി.
കാരണം ഷീ വാസ് ഏബിൾ ടു സീ ദാറ്റ് ഓക്കെ ദിസ് ഗൈ ഈസ് ഡൂയിങ് ലൈക്ക് ദിസ്. അപ്പോൾ അവിടെ ചെറുത്ത് നിൽക്കാനായിട്ട് അങ്ങനെ പറ്റില്ല, ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ നിൽക്കും എന്നുള്ള രീതിയിൽ പറയാൻ തുടങ്ങി. അത് ആൾക്ക് പിടിച്ചില്ല, അത് ബേസ് ചെയ്തിട്ട് ഫൈറ്റായി. അൾട്ടിമേറ്റ്ലി വന്നപ്പോഴത്തേക്കും ഇത് ഈ രീതിയിൽ മുന്നോട്ടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ലൈഫുണ്ട്, എനിക്ക് അങ്ങനെ നിൽക്കാനായിട്ടുള്ള അർഹതയുണ്ട്, ഐ ആം എ ഹ്യൂമൻ ബീയിങ് എന്നുള്ള ഒരു ബിലീഫിലേക്ക് ഫൈനലി ഈ വ്യക്തി എത്തിപ്പെടുകയാണ്, ഈ ക്ലയൻറ്റ് വിക്ടിം. അത് അൾട്ടിമേറ്റ്ലി വർക്കായി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി. യാ, ലൈക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യൻ നാർസിസിസ്റ്റ് ആകുന്നത്? അത് ഒന്ന് എന്താ എൻവയൺമെൻ്റ് ഒരു ഫാക്ടർ ആവാം, അപ്ബ്രിങ്ങിങ് ഒരു ഫാക്ടർ ആവാം, ജനറ്റിക് ഫാക്ടേഴ്സ് കാണാം, ജനറ്റിക്കലിയും വരാം, പോസിബിലിറ്റീസ് ആണ്. അപ്ബ്രിങ്ങിങ്ങിന്റെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇതിൽ എഫക്റ്റ് ചെയ്യുക? അപ്ബ്രിങ്ങിങ്, ചില പേരൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എല്ലാം അങ്ങ് മേടിച്ചു കൊടുത്ത് അവരത്രയും പാമ്പേർഡായിട്ട് ചോദിക്കുന്നതെല്ലാം കിട്ടുന്നു. സോ ഐ ഗെറ്റ് എവറിത്തിങ്, ഞാൻ എന്ത് ചോദിച്ചാലും അതെനിക്ക് കിട്ടുന്നു എന്നുള്ളൊരു ഇതവിടെ വരും. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നതിൽ എനിക്ക് കിട്ടണം എന്നൊരു പോയിന്റിലേക്ക് വരും. അത് കൊച്ചിലേ തൊട്ടേ ആ ഒരു ബിലീഫ് വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി സൂപ്പർ മാർക്കറ്റിൽ പോയി ടോയ് എടുത്തു, എനിക്കിത് വേണം വേണം എങ്ങനെയെങ്കിലും കരഞ്ഞ് വാശി പിടിച്ചിട്ടാണെങ്കിൽ ഏറ്റവും അവസാനം പാരൻറ്റിനെ കൊണ്ട് വാങ്ങിപ്പിച്ചു. എനിക്ക് എങ്ങനെയാണിത് വാങ്ങിപ്പിക്കട്ടെ എന്നുള്ളൊരു ഐഡിയ കിട്ടി. ഇത് കഴിഞ്ഞിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്കും പല കാര്യങ്ങളും ഈ രീതിയിൽ തന്നെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ബിലീഫ് എനിക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും നേടിയെടുക്കാനായിട്ട് പറ്റും, ഇങ്ങനെ ഓരോ ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. കുറച്ച് ബഹളം വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഐ ആം ഏബിൾ ടു ബ്രിങ് ഇറ്റ് ഔട്ട്, ഐ ആം ഏബിൾ ടു ഗെയിൻ ദാറ്റ്. അത് പിന്നീട് ഈ ഒരു ക്യാരക്ടറായിട്ട് മാറാം. ഇത് തന്നെ ആണെന്ന് പറയുന്നില്ല, ഇതും മാറാം. വൺ ഓഫ് ദ റീസൺസ് പറയുന്നത് ഇതായിരിക്കാം. ഓക്കെ, അതിനുശേഷം ഇത് ട്രിഗറായി ഇതിങ്ങനെ എക്സ്ട്രീം ലെവലിലേക്ക് പോകും. ഓൾറെഡി അതവിടെ ഉണ്ടല്ലോ, പിന്നെ പ്രത്യേകിച്ച് ട്രിഗർ ആവേണ്ടൊന്നുമില്ല. റിലേഷൻഷിപ്പ് വരുമ്പോഴത്തേക്ക് അതിനകത്തും ആ റിലേഷൻഷിപ്പിൻ്റെ കുറച്ച് ഐഡിയോളജീസും ഇവരുടെ ഉള്ളിൽ പലരും ഇൻജെക്ട് ചെയ്ത് വെച്ചേക്കാം. ലൈക്ക് ഇങ്ങനെ ആയിരിക്കണം, ഇന്ന രീതിയിൽ നടക്കുന്ന ഒരാളായിരിക്കണം. എല്ലാം ഫാക്ടേഴ്സാണ്, മൂവി ഫാക്ടേഴ്സാണ്, ഫ്രണ്ട്സ്, ടോക്സ് എല്ലാം ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയലിസ്റ്റിക് കൺസെപ്റ്റിലുള്ള ഒരു വ്യക്തി ആയിരിക്കണം എൻ്റെ പാർട്ട്ണർ എന്നുള്ളൊരു ഇതും കൂടെ വരും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വാശി പിടിക്കലാണ് ഈ പറയുന്ന വ്യക്തി ഇത് കാണിക്കുന്നത്. അത് ചെയ്യുക, ഇത് ചെയ്യുക, ഇന്ന രീതിയിൽ നടക്കുക, ഇരിക്കുക. അപ്പോൾ പാരന്റിങ്ങും ഇതിൽ ഈക്വലി റെസ്പോൺസിബിൾ ആണ്. യെസ്, പാരന്റിങ് വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ട് തന്നെയാണ് പാരന്റിങ്ങിൻ്റെ സമയത്ത്, കുട്ടികളെയൊക്കെ ആണെന്നുണ്ടെങ്കിലും വളർത്തുന്ന സമയത്ത് വി ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ് എന്നുള്ളത് പറയുന്നത്. റെസ്പോൺസിബിൾ പാരന്റിങ് അത്യാവശ്യമാണ്. യെസ്, ചില പാരൻസ് ചെയ്യുന്ന കണ്ടിട്ട് ഒന്നും പറയാൻ പറ്റില്ല ആ സമയത്ത്, പക്ഷെ എന്നാലും കണ്ടു നിൽക്കും പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് അത്രയും വാശി പിടിച്ച് കരഞ്ഞ് അവരിതാക്കുമ്പോഴത്തേക്കും എന്നാൽ പിന്നെ അങ്ങ് ആയിക്കോട്ടെ വാങ്ങിച്ചു കൊടുക്കാന്നുള്ളത് പറയുമ്പോഴത്തേക്കും ഇതാണല്ലോ പിന്നീട് ഈ ഒരു ബിഹേവിയറൽ പാറ്റേണിലേക്ക് വന്നെത്തുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ചില കുട്ടികളുണ്ട് എങ്ങനെയെങ്കിലും കരഞ്ഞ് നേടിയെടുക്കും, കരഞ്ഞും പട്ടിണി കിടന്നും എങ്ങനെയൊക്കെയാണെങ്കിലും നേടിയെടുക്കുന്നുള്ള ഒരു ബിഹേവിയർ. ഇത് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഏതോ ഒരു സമയത്ത് കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് ഇതേപോലൊരു സാധനം എടുത്ത് വെച്ച് കൊടുത്തതാണ്. അവിടെ നിന്ന് തുടങ്ങി